ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണോ? സാമ്പത്തികമായി തകർച്ചയിലാണോ നിങ്ങൾ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇണയെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലേ? വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, അതിനൊരു ശാശ്വത പരിഹാരമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗവും 27 വർഷത്തെ ജ്യോതിഷ പാരമ്പര്യവുമുള്ള ജ്യോതിഷൻ ഇരവി പെരൂർ പ്രസാദിന്റെ സേവനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഏതുവിധ പ്രശ്നങ്ങളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ഞങ്ങളുടെ ജ്യോതിഷാലയത്തിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനുമായി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ശ്രീഭദ്ര ആസ്ട്രോളജി റിസർച്ച് സെന്റർ യൂട്യൂബ് ചാനലും പേജുകളും സന്ദർശിക്കുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതുവർഷ ഫലമാണ്. പുതുവർഷ ഫലം ഓൾറെഡി പുതുവർഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പകുതിയായി. ഇപ്പം ജനുവരി പകുതി തന്നെ ആയി അല്ലേ? പറയാനുള്ള കന്നി രാശിയാണ്. ഉത്രത്തിന് മുക്കാലും അത്തവും ചിത്തിരി അരയും ചേർന്നതാണ് കന്നിരാശി. ഉത്രത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരിയുടെ പകുതി ഭാഗവും ചേർന്നാണ് കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴവർക്ക് വളരെ നല്ലൊരു സമയമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം. വ്യാഴത്തിന്റെ സ്ഥിതിയും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ നല്ല സമയം തന്നെയാണ് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ശനി സംബന്ധമായിട്ടുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കാര്യങ്ങളൊക്കെ നിവൃത്തിയിലെത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2026 ആണെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിലായിരിക്കും കടന്നു പോവുക. അപ്പം ശനി സംബന്ധമായിട്ടുള്ള ചെറിയ ദോഷങ്ങളൊക്കെ അവരെ പല വിധത്തിലും അലട്ടുന്നുണ്ട്. അതായത് മാനസികമായിട്ടുള്ള സംഘർഷം, വളരെയധികം ടെൻഷനിലൂടെ കടന്നു പോവുക. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എപ്പോഴും യാത്രകളും അത് മുഖേന ഉണ്ടാകുന്ന അലച്ചിലുകൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള അധിക ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓവർ ജോലി കാരണം നമുക്ക് ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ട്. എങ്കിൽ പോലും സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ മറ്റു വിധത്തിലായിക്കോട്ടെ ഒക്കെ മുൻനിരയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഈ 2026 വന്നു ചേരും. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ അവരെപ്പോഴും ടെൻഷനിലൂടെ ആയിരിക്കും. പക്ഷെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും എപ്പോഴും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കമിതാക്കളായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എപ്പോഴും പരസ്പരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖേന ഉണ്ടാകുന്ന മനോദുഃഖങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാനുള്ള ഇട വളരെ കൂടുതലാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ജോലി സംബന്ധം വിദേശത്തൊക്കെ ജോലി തേടി പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും അവർക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ വിദേശത്ത് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ചിലപ്പോഴുണ്ടായേക്കാം. പക്ഷെ എങ്കിൽ പോലും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അവർ അതിൻ്റെ ഒരു അത്യുന്നതിയിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് അവർ എത്തിച്ചേരും. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ചൊരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും അവർക്ക്. 2026 തന്നെ ഒരു 26 ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ചെറിയ പ്രതിസന്ധികളിലായിരിക്കും ജോലി സംബന്ധമായ മേഖലയിലൊക്കെ ഉണ്ടാകുക. പക്ഷെ എന്നാലും അതൊക്കെ തരണം ചെയ്ത് വളരെ നല്ലൊരു പോസ്റ്റിൽ എത്തിച്ചേരുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ജീവനക്കാർക്കാണെങ്കിൽ ഉന്നത പദവി, അത് അംഗീകാരങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഇടയുണ്ട്. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, കാർഷിക വൃത്തി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൃഷിയിൽ നിന്നുള്ള ധനലാഭങ്ങളും ഒക്കെ തന്നെ ഈ ഒരു വർഷക്കാലം വന്നു ചേരും. പിന്നെ വീട്ടിൽ അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളൊക്കെ നടത്തുന്നതായിട്ടൊരു അവസ്ഥയുണ്ടാകും. അതായത് വിവാഹമായിക്കോട്ടെ അല്ലെ മറ്റ് ഇതര മംഗളകർമ്മങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുകയും നമ്മൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് പലവിധ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. സന്താനങ്ങൾക്കൊക്കെ നല്ല ജോലി അല്ലെങ്കിൽ നല്ലൊരു ധനസംബന്ധമായിട്ടുള്ള മേഖലയിൽ അല്ല നല്ല ധനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് സന്താനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതായിട്ടൊരു ഒരു ഭാവി അവർക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേഗത്തിൽ വിവാഹം നടക്കുന്നതിനും അതുപോലെ നല്ല കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട വാഹനങ്ങളെ, അതുപോലെ തന്നെ വസ്ത്രങ്ങളെ, ആഭരണങ്ങള് ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു 2026 ലഭിക്കാനിടയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവര് കുറച്ച് അലച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും അലച്ചിലൊക്കെ തരണം ചെയ്യാൻ വേണ്ടി അവര് ക്ഷേത്ര ദർശനം, പ്രാർത്ഥന ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അലച്ചിലും പ്രശ്നങ്ങളും രോഗദുരിതങ്ങളും ചെറിയ ചെറിയ രോഗങ്ങൾ, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള രോഗങ്ങളായിരിക്കും. ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ ജോയിന്റ് പെയിന്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർക്ക് ഈ 2026 ചെറിയ തോതിലെങ്കിലും അവരെ അലട്ടാനുള്ള ഇടയുണ്ട്. അപ്പൊ അതൊക്കെ മാറുന്നതിന് വേണ്ടി ശനി സംബന്ധമായിട്ടുള്ള ദേവാലയ ദർശനം, ശനിക്ഷേത്ര ദർശനം നടത്തുക,
അല്ലെങ്കിൽ നമുക്ക് ശനി ഈശ്വരനെ ഭജിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ നീങ്ങി അല്ലെങ്കിൽ രോഗദുരിതങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യാത്രകൾ പലതും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന പുണ്യ ദേവാലയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള എന്തും ആയിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇടം എവിടെയാണോ അവിടെ പോയി നമുക്ക് സന്ദർശിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് വലിയ അന്യദേശത്തൊക്കെ പോയി ഇന്ന സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പലർക്കും. അപ്പൊ അതൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള അവസ്ഥ വന്നു. ഈ നക്ഷത്രക്കാർക്ക് കർമ്മസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ ഒരു 2026 പകുതിക്ക് ശേഷം അത് 11ലേക്ക് പോകും, അവിഷ്ടസ്ഥാനത്തേക്ക് പോകും. അപ്പം പകുതിക്ക് ശേഷം ഇപ്പോഴത്തേനേക്കാളും കൂടുതൽ ജീവിത സൗകര്യങ്ങളും സാമ്പത്തിക ലാഭങ്ങളും എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീട് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വസ്തു വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഏത് വിധത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും 2026 പകുതിക്ക് ശേഷം ഇതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും. എന്താണെങ്കിൽ ഈ ഒരു വർഷക്കാലം 2026 ഈ ഒരു രാശിക്കാർക്ക് വളരെ അധികം ഗുണാനുഭവങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കണ്ടകശിനിയതായിട്ടുള്ള ചെറിയ ദോഷങ്ങൾ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ദോഷങ്ങൾ പലർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ കണ്ടകശിനി ദോഷം ഉണ്ടാകണമെന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് കണ്ടകശിനിയുടെ ദോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിന് ആണ് ഞാൻ പറഞ്ഞത് ശനീശ്വര ഭജനം ചെയ്യുക, ശനീശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൃഷ്ണന്റെ ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ശനിയുടെ ദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി പൂർണ്ണമായിട്ടുള്ള അവർക്കൊരു ഐശ്വര്യം ഈ ഒരു 2026 പൂർണ്ണമായിട്ടും വന്നു ചേരും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പിന്നെ ഈ നക്ഷത്രക്കാരുടെ ഗുണാനുഭവങ്ങൾ എന്ന് പറയുന്നത്.